സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നത് എങ്ങോട്ടോ ജേർണി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് അറിയത്തില്ല, ഞാൻ പോയത് എൻ്റെ കൺവീനിയൻസിന് ഞാൻ മുകളിലോട്ടുള്ള, അതായത് നോർത്ത് ഡയറക്ഷൻ എടുക്കുകയാണ്. സോ 5 കിലോമീറ്റർ നോർത്തിലോട്ട് പോയി ഞാൻ എടുക്കുന്നു. അത് എങ്ങോട്ടോ പോയി, അവർ പോകുന്ന സ്ഥലം പറഞ്ഞിട്ടില്ല. സോ എങ്ങോട്ടെങ്കിലും എടുക്കുക. സോ എന്നിട്ട് അവിടെ നിന്നും ലെഫ്റ്റിലോട്ട് പോയി. ലെഫ്റ്റും റൈറ്റും നോക്കാൻ അറിയാലോ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും ക്ലോക്കിൽ നമ്മൾ ചരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എങ്ങോട്ട് പോവുകയാണ്, റൈറ്റിലോട്ട് പോകുകയാണെന്നാണ് അർത്ഥം. സോ ഇത് റൈറ്റ് ആണ്. അത് ക്ലോക്കിൽ തിരിഞ്ഞാൽ റൈറ്റ്, ആൻറ്റി ക്ലോക്കിൽ തിരിഞ്ഞാൽ ലെഫ്റ്റ്. കാരണം ഇത് ക്ലോക്ക് അല്ലേ, കണ്ടോ. സോ ഇത് ആൻറ്റി ക്ലോക്ക് ആണ്. ആൻറ്റി ക്ലോക്ക് തിരിഞ്ഞാൽ അത് ലെഫ്റ്റ് ആണ്. സോ നമ്മുടെ ലെഫ്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്. ലെഫ്റ്റിലോട്ട് എത്ര പോയി? ലെഫ്റ്റിലോട്ടും 5 കിലോമീറ്റർ തന്നെ പോയി. അതായത് ഇവിടെ സ്ക്വയർ രൂപപ്പെടുവാണ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇവിടെ നിന്നുകൊണ്ട് 45 ഡിഗ്രി എങ്ങോട്ട് പോകുന്നു, ക്ലോക്ക് വൈസിൽ. സോ ഇതിപ്പോൾ നിൽക്കുന്ന സ്ഥലം 0 ഡിഗ്രി ആണ്. ഈ താഴോട്ട് എന്താ നിൽക്കുന്നത്? സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 45 ഡിഗ്രി അങ്ങോട്ട് ഇത്ര പോയെന്ന് പറയുന്നത് 4 കിലോമീറ്റർ പോയി. സോ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി എവിടെ നോക്കി നിൽക്കുകയാണ്, ഈസ്റ്റിൽ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി. സോ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഡയറക്ഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു ഡയറക്ഷൻ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ജേർണി സ്റ്റാർട്ട് ചെയ്ത ഏത് ഡയറക്ഷനിൽ നിന്നാണ്. അപ്പം ഇത് ഈസ്റ്റ് ആണെങ്കിൽ താഴോട്ട് എന്തുമായിരിക്കും? താഴോട്ട് വെസ്റ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ താഴോട്ട്. ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ മേളിലോട്ട് നമ്മൾ കുറുകെ വരയ്ക്കുമ്പോൾ ഇതിന് ഡയഗണൽ പോലെ താഴ്ത്താ പോകുന്നത്. ഓക്കെ, ഡയഗണൽ പോലെ പോകുന്നത് കാരണം ഇതൊരു സ്ക്വയർ പോലെ അല്ലേ. സോ അതുകൊണ്ട് അപ്പോൾ ഇവിടെ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്. ഇനി ഒരു കൺസെപ്റ്റ് അറിയാലോ, ഈസ്റ്റിൽ നിന്നും ക്ലോക്ക് വൈസിൽ ആദ്യം കാണുന്നത് സൗത്ത് ആണ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത് നമുക്ക് ഈ രണ്ടെണ്ണം വേണ്ടത്. ഓക്കെ, ഈസ്റ്റിൽ നിന്നും ക്ലോക്കിൽ പോയാൽ ആദ്യം കാണുന്നത് സൗത്ത് ആണ്. സൗത്തിൻ്റെ ഓപ്പോസിറ്റ് നോർത്താണെന്ന് നമുക്കറിയാലോ. നമ്മൾ ചോദിക്കുന്ന എവിടുന്ന ജേർണി സ്റ്റാർട്ട് ചെയ്ത് മേളിലോട്ടാണ്. മേളിലോട്ടെന്ന് പറയുമ്പോൾ ഈ മൂല വെച്ചിട്ട് വേണം നമ്മൾ മേളിലോട്ട്. അതായത് ഇതിനെ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചാൽ എങ്ങനെ തിരിക്കും? ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചാൽ മേളിലോട്ട്, അഥവാ ഈസ്റ്റ് സൗത്ത് അഥവാ സൗത്ത് ഈസ്റ്റ്. സോ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ അത് ആ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഏതാണ് ആ കറക്റ്റിൽ ഒരു പർട്ടിക്കുലർ കോഡിൻ്റെ തന്നെയാണ്, ഒരു പർട്ടിക്കുലർ കോഡ് ഫോളോ ചെയ്ത് പോകുന്ന രീതിക്ക് നമുക്ക് എടുക്കാം. സോ അതിനുവേണ്ടി അവർ എന്താ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ ഓപ്ഷനോട് തന്നിട്ടുണ്ട് FDGയും അതിനകത്ത് തന്നെ MLGയും. സോ എഫ് കഴിഞ്ഞ പർട്ടിക്കുലർ എലമെന്റ് കഴിഞ്ഞ് വരുന്ന ആളാണ് ജി. അപ്പോൾ നമ്മൾ ആദ്യം ഇവർ തമ്മിലുള്ള റിലേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവരുള്ള റിലേഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല. സോ നെക്സ്റ്റ് ഓപ്ഷൻ എടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ അത് വന്നിരിക്കുന്നത് FJHും നമുക്ക് തന്നെ MHU ആണ്. സോ അവർ തമ്മിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്ന് എത്ര കൂട്ടിയാൽ എം വരും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ റിലേഷൻ മാച്ച് ആവുന്നില്ല, റിലേഷൻ കിട്ടുന്നില്ല. സോ അതുമല്ല ഓപ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുക, EGCയും അതിനകത്ത് തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്ന NPLും. പക്ഷെ നമുക്ക് എല്ലാം 4 കഴിഞ്ഞിട്ടുള്ള ഇയുടെ കൂടെ 4 കൂട്ടിയ ജെ വരും, ജിയുടെ കൂടെ 4 കൂട്ടിയ എൽ വരും, സിയുടെ കൂടെ 4 കൂട്ടിയ എച്ച് വരും. സോ സെയിം ആണ് എല്ലാം. സോ ദിസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. കോഡിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് കോഡ് ചെയ്യാൻ ആവശ്യമായ പാറ്റേൺ തന്നിട്ടുണ്ട്. അതായത് റൂൾസ്, കോഡ് ചെയ്യേണ്ട കുറച്ച് റൂൾസും പറയുന്നുണ്ട്. പിന്നെ അതിന് ഉപയോഗിക്കുന്നത് നമ്മൾ കോഡ് ചെയ്യാൻ വേണ്ടി എന്താണ് പറ്റുള്ള കോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അതിന് വേണ്ടി ഒരു ടൂൾ ഉണ്ട്. സോ ടൂൾ തന്നിട്ടുണ്ട്, എന്താണ് കോഡ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്. സോ കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ ഒരു ഇത് തന്നിട്ട് പാറ്റേൺ തന്നിട്ടുണ്ട്. കൂടാതെ എന്തിനാണ് കോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. സോ അവർ പറയുന്ന കോഡ് ചെയ്യേണ്ടത് 724@5 കോഡ് ചെയ്യേണ്ടത്. സോ കോഡ് ചെയ്യുമ്പം ആ റൂൾസ് ആദ്യം നമ്മൾ നോക്കുക. ആദ്യത്തെ 2 ഓടാണെങ്കിൽ ആ റൂൾസ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും 2 റൂൾസ് വരാതെ നമ്മളതിൻ്റെ കോഡ് നമുക്ക് എഴുതാം. എന്ന് വെച്ച് നോക്കുമ്പോൾ PTBFP. പിന്നെ അവരുടെ റൂൾസ് നോക്കുക. റൂൾസ് പറയുന്ന അനുസരിച്ച് ഇവർ ഇൻ്റർചേഞ്ച് ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ 2 പേരിൽ, അതായത് ഇവളെയാണ് നോക്കേണ്ടത്. സോ ആദ്യത്തെ ആൾ ഓടും, അവസാനത്തെ ആൾ ഈവനും ആണെങ്കിൽ ഇവർ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെയൊന്നും നമ്മൾ ആ 4 റൂൾസും ഇതിനകത്തൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതാണ് നോക്കേണ്ടത്. നമ്മൾ കോഡ് ചെയ്യേണ്ടത് എന്താണോ അതാണ് നോക്കേണ്ടത്. കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നോക്കണം. സോ കോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നതിൽ നമ്മൾ എന്താണോ കോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അവരിൽ എന്തെങ്കിലും ആ പറയുന്ന റൂൾസുകളിൽ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ കോഡിൽ മാറ്റം വരുത്തി എഴുതുക. സോ അങ്ങനെ വരാത്തപ്പോൾ ദിസ് ഇസ് കറക്റ്റ് ഓപ്ഷൻ. 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സോ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. x² + 2x + 3 എന്ന് പറയുന്നത് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈക്വൽ ആണോ? ഇവർ രണ്ടുപേരുടെ റൂട്ട്സ് സെയിം ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നോക്ക്, x² + 2x + 3 = 0. ഇത് അത് തന്നെയാണ്. നമുക്ക് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് x² + 2x + 3 ആണ്, which is equal to 0. നമുക്കറിയാം 2നെ അപ്പുറത്തുണ്ട് x² + 2x + ഇത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ 2 റൂട്ട് സെയിം അല്ലേ. സോ ഇത്രേ ഉള്ളൂ. 2 പേരുടെ റൂട്ട് സെയിം എന്ന് വെച്ചാൽ അയാൾ തന്നെ 1, 2, 3 ഒക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും തൊട്ട് താഴെ കിടക്കുന്ന ആൾ. സോ അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. 1 0. സോ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇവർ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ അതിനർത്ഥം എന്താ? ഈ ഒരു ക്വാഡ്രാറ്റിക് ഏതൊരു ഇക്വേഷനിൽ നിന്ന് 2, 3 എന്തെങ്കിലും പർട്ടിക്കുലർ അങ്ങോട്ട് കോമൺ എടുത്തപ്പുറത്ത് വെട്ടി കളയുമ്പോൾ നമുക്ക് സെയിം ഇത് കിട്ടും. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മൾ അത് നമുക്കത് ചെയ്യാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവർ ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫോർമാറ്റിൽ കിടന്നാലും റേഷ്യോ സെയിം ആയിരിക്കും. നമുക്ക് 1/2 തന്നെയാണ് x² അടക്കമുള്ള റേഷ്യോ. അത് തന്നെയായിരിക്കും ഇവർ തമ്മിലുള്ള റേഷ്യോ. നമുക്ക് ഇവിടെ 1/2, അതായത് നമുക്ക് 1/2, ഇവിടെ എന്താ 2/4, 2/4 അത് 1/2 തന്നെ, 3/6 അതും 1/2 തന്നെ. അതായത് ഇവിടെ എല്ലാം 1/2 എന്ന റേഷ്യോ എപ്പോഴും ഫോളോ ചെയ്യും. സോ അതിനർത്ഥം ഇവിടെ നമുക്ക് 2/3 എന്താണോ അത് തന്നെയായിരിക്കും k/4 എന്ന റേഷ്യോ, അത് തന്നെയായിരിക്കും 8/12. സോ ഇവിടെ നിന്ന് k കിട്ടാൻ വേണ്ടി 8/12 × 4 ചെയ്യുക. സോ 8/3 എന്ന് കിട്ടും. ദിസ് ഇസ് എ ഫസ്റ്റ് മെത്തേഡ്.
റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്ന് പറയും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ കോഫിഷ്യന്റ് ഈക്വൽ ആക്കുക. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് 3 ആണ്, ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് 2 ആണ്. സോ രണ്ടും ഒരു കോമൺ ആയിട്ട് വെക്കുക. സോ 2 ഈ ഒരു ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ഇക്വേഷൻ വരും. മൊത്തം 3k എന്ന് പറയുന്നത് 8 ആണ്. സോ 3k which is equal to 8, അവിടുന്ന് k which is equal to 8/3 ഇങ്ങനെ നമുക്ക് കിട്ടും.